ഈശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിവാഹം വിരൂപമാക്കരുത് എന്ന ധ്യാനചിന്തയിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മിശ്ര വിവാഹത്തെക്കുറിച്ചാണ്. അതായത് ഇന്റർകാസ്റ്റ് മാര്യേജ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ശരിയായ അറിവില്ലാത്ത വ്യക്തികളുണ്ടാകാം. അന്യജാതിയിൽ നിന്നും ജീവിത പങ്കാളിയെ സ്വീകരിക്കുന്നത് ശരിയാണോ, മഹാപാപമാണോ? അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. എനിക്കറിയാവുന്ന ഒരു ദമ്പതിമാര്, ഭാര്യ നോർത്ത് ഇന്ത്യനാണ്, പഞ്ചാബി, ഭർത്താവ് മലയാളിയാണ്, കത്തോലിക്കൻ. ഇന്ന് അവരെ പ്രേമിച്ച് വിവാഹ ജീവിതത്തിലേക്ക് വന്നപ്പോൾ പല തടസ്സങ്ങൾ, കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുടുംബത്തിൽ നിന്നും അതുപോലെ തന്നെ ബന്ധുമിത്രാദികളിൽ നിന്ന്. പക്ഷെ അതിനെയെല്ലാം അതിജീവിച്ച് അവർ വിവാഹിതരായി. അതൊരു ഇൻ്റർകാസ്റ്റ് മാര്യേജ് ആയിരുന്നു. ഇന്ന് അവരെക്കുറിച്ച് പറയപ്പെടുന്നൊരു കാര്യമുണ്ട്. മക്കളെ എല്ലാവരെയും കാറ്റക്കിസം പഠിപ്പിക്കുന്നത്, ബൈബിൾ വായിക്കുന്നത്, അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കുന്നത്, ഒരുമിച്ചിരുത്തി പ്രാർത്ഥിപ്പിക്കുന്നത്, അതെല്ലാം ഈ ഭാര്യയാണ്. പഞ്ചാബിയായിരുന്ന വ്യക്തി ഇന്ന് വിശ്വാസത്തിലേക്ക് വന്നിട്ട് ആ മക്കളെ പോലും വിശ്വാസത്തിൽ കൊണ്ടുവരാൻ അങ്ങേയറ്റം ശ്രദ്ധയുള്ള ഒരു വ്യക്തിയാണ്. രണ്ട് രീതിയിൽ ഇതിനെ കാണാൻ പറ്റും. മിക്സ്ഡ് മാര്യേജ്, ഇൻ്റർകാസ്റ്റ് മാര്യേജ്. ഒന്ന്, കത്തോലിക്കരും മാമോദീസ സ്വീകരിച്ച മറ്റ് വിഭാഗത്തിൽപ്പെട്ടവർ, പ്രോട്ടസ്റ്റന്റ് സഭയിൽപ്പെട്ടവരായിരിക്കാം ആ കത്തോലിക്കർ, പക്ഷെ അവർ മാമോദീസ സ്വീകരിച്ചവർ. രണ്ടാമതൊന്ന്, കത്തോലിക്കരും ക്രിസ്തീയ വിശ്വാസം ഇല്ലാത്തവരും തമ്മിലുള്ള വിവാഹം. രണ്ടും മിക്സ്ഡ് മാര്യേജ് ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതേക്കുറിച്ച് സഭ നമ്മെ പഠിപ്പിക്കുന്നുമുണ്ട്. ഒന്നാമതായിട്ട് നമുക്ക് മിശ്ര വിവാഹത്തിലെ ചില അപകടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ചില നിർദ്ദേശങ്ങൾ ബൈബിൾ നമുക്ക് നൽകുന്നത് കാണാൻ പറ്റും. തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 12-ാമത്തെ വചനത്തിൽ അപ്പൻ നൽകുന്ന ഒരു ഉപദേശം അവിടെ കാണാൻ പറ്റും. പുറജാതികളിൽ നിന്ന് ഭാര്യമാരെ സ്വീകരിക്കരുത്. ഇത് തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ മറ്റൊരു സംഭവം അവിടെ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. അതാണ് ഉൽപ്പത്തി 24-ന്റെ 3-ാമത്തെ വചനം. അബ്രാഹം തൻ്റെ മകൻ ഇസഹാക്കിന് ഭാര്യയെ കണ്ടെത്താൻ തൻ്റെ വേലക്കാരനെ വിട്ടപ്പോൾ അവനെക്കൊണ്ട് നിർബന്ധപൂർവം ആണയിടിച്ചു. പുറജാതികളിൽ നിന്ന് അവന് ഭാര്യയെ എടുക്കത്തില്ല, തൻ്റെ തന്നെ ജനത്തിൽ നിന്ന്. അവിടെയൊക്കെ എന്തെങ്കിലും അപകടം മണക്കാതെ ഇവർ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. എസ്ര 9-ാം അധ്യായം, മിശ്ര വിവാഹം എന്നാണ് അതിൻ്റെ തലക്കെട്ട് തന്നെ. ഇനി അതുമൂലം സംഭവിച്ച, ഇസ്രായേൽക്കാരുടെ ഇടയിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഈ അധ്യായം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. പ്രവാചകൻ അനുദപിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കാരുണ്യം യാചിക്കുന്നതിനെക്കുറിച്ചെല്ലാം അവിടെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കാണുന്നുണ്ട് ചില അപകടങ്ങൾ കത്തോലിക്ക സഭയും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 1633 മുതലുള്ള പാരഗ്രാഫ് വായിച്ചാൽ അത് കാണാൻ പറ്റും. ഒന്ന്, കുട്ടികളുടെ പ്രാർത്ഥനയുടെ കാര്യത്തിൽ, വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഒരനൈക്യം ദമ്പതിമാരുടെ ഇടയിൽ വരാം. രണ്ടാമത്തേത്, മതപരമായിട്ടുള്ള നിസ്സംഗതയ്ക്ക് അവർക്ക് പ്രലോഭനമുണ്ടാകാം. അപ്പനൊരു വിശ്വാസം, അമ്മയ്ക്കൊരു വിശ്വാസം, ഞങ്ങൾക്ക് ഒരു ദൈവത്തിലും വിശ്വാസമില്ല എന്ന് പറഞ്ഞു പോകുന്ന ഒരവസ്ഥ അവരുടെ ഇടയിലുണ്ടാകാം. അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, മിശ്ര വിവാഹം സഭ അനുവദിക്കുന്ന ഒരു കാര്യമാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1635 മുതൽ വായിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും. സഭയുടെ അനുവാദം വേണം എന്നുള്ളത് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകണം. മറ്റൊന്ന്, വിവാഹത്തിൻ്റെ മൂല്യങ്ങളും വിവാഹത്തിൻ്റെ ലക്ഷ്യങ്ങളും ഇവർ രണ്ടുപേരും മനസ്സിലാക്കി ഏക മനസ്സോടെ അംഗീകരിച്ചിരിക്കണം. മൂന്നാമതൊരു കാര്യം, കത്തോലിക്ക വിശ്വാസിയായിട്ടുള്ള വ്യക്തി, രണ്ടുപേരിൽ ഒരാളെങ്കിലും കത്തോലിക്ക വിശ്വാസം പങ്കിടുന്ന വ്യക്തിയാണല്ലോ. ഇനി അവരുടെ ഉത്തരവാദിത്വമാണ് മക്കളെ ആ വിശ്വാസത്തിൽ വളർത്തുക, അവരെ വളർത്തുന്നതിനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ള കാര്യം. അവസാനമായിട്ട്, ജീവിത പങ്കാളിയെ തൻ്റേതായ മാതൃകാ ജീവിതത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും വിശ്വാസത്തിലേക്ക് നയിക്കാനുള്ള ഒരു താല്പര്യവും പ്രവർത്തനവും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അങ്ങനെ ചെയ്ത് ജീവിത പങ്കാളി വിശ്വാസം സ്വീകരിക്കുന്നെങ്കിൽ സഭ അതിൽ അങ്ങേയറ്റം ആനന്ദിക്കുന്ന ഒരു കാര്യമായിട്ട് സഭ നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. 1 കൊറിന്തോസ് 7-ാം അധ്യായം 14-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, അവിശ്വാസിയെ എടുക്കാൻ വിശ്വാസിയായി നിനക്ക് സാധിക്കണം എന്നുള്ളത്. പ്രിയപ്പെട്ട ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മിശ്ര വിവാഹത്തിലേക്ക് കടന്നുപോയ വ്യക്തികളെ നമുക്ക് കുറ്റപ്പെടുത്താതിരിക്കാൻ, അവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി നമുക്ക്
ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. കോമൺ ആയിട്ട് ഇന്ന് നമ്മൾ നിയോഗമായിട്ട് വയ്ക്കുന്നത് മിശ്ര വിവാഹം നടത്തിയ വ്യക്തികൾ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നെങ്കിൽ അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. സ്ത്രീയും പുരുഷനുമായി മനുഷ്യനെ സൃഷ്ടിച്ച നല്ല ദൈവമേ, എല്ലാ ദമ്പതിമാരെയും അവരുടെ കുടുംബത്തെയും ഞങ്ങൾ അങ്ങയുടെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. പുരുഷന് ചേർന്ന ഇണയെ ഞാൻ നൽകുമെന്ന് അരുൾ ചെയ്ത ദൈവമേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെയും മക്കളെയും ദാമ്പത്യ ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്ന എല്ലാ സുഖദുഃഖങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. വിവാഹത്തെ വിരൂപമാക്കുന്ന സ്വാർത്ഥതയും അസൂയയും അശുദ്ധിയും അഹങ്കാരവും വെടിഞ്ഞ് വചനത്തിലും സ്നേഹത്തിലും വേരുപാകി അടിയുറയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥനയും പരിത്യാഗവും വിശുദ്ധിയും വിശ്വസ്തതയും ശാന്തിയും സമാധാനവും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മുഖമുദ്രയാക്കണമേ. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അതിലൂടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാകാനും അങ്ങയോട് ചേർന്ന് മുപ്പിരിച്ചരടാകാനും എല്ലാ ദമ്പതിമാരെയും അനുഗ്രഹിക്കണമേ. ആമേൻ. നമ്മുടെ ഇന്നത്തെ എല്ലാ അവസ്ഥകളും ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഏറ്റെടുക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഏറ്റെടുത്ത് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ലോകം മുഴുവനെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.